നാമജപ സംഘത്തിന് ഞങ്ങളുടെ ഈ ആനന്ദജപലഹരി ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഏലത്തൊപ്പനെ കുറിച്ച് ഒരു ബിസിനസ്സാണ്. നമ്മൾ മഹാദേവനെ കുറിച്ചുള്ള ഒരു നാമജപ സംഗീതം തന്നെയാണ് കിടക്കുന്നത്. എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാദം മുഴങ്ങുന്ന നേരത്തു നിന്നുടെ ചാരത്തു നിന്നു ഞാൻ കൈ തൊഴുന്നേ. നാഗേന്ദ്രഹാരായ ദേവാദിദേവ ശംഭോ മഹാദേവ കൈ തൊഴുന്നേ. ഏലോത്തപ്പ ശ്രീ മഹേശ്വര ശിവശങ്കര തുംഗജടാധാരീശ്വര. ഏലോത്തപ്പ ശ്രീ മഹേശ്വര ശിവശങ്കര തുംഗജടാധാരീശ്വര. ഏലോത്തപ്പ ശ്രീ മഹേശ്വര ശിവശങ്കര തുംഗജടാധാരീശ്വര. ശിവശങ്കര തുംഗജടാധാരീശ്വര. അന്നമുണ്ടിടുവാൻ ഭാഗ്യമുണ്ടാകണേ അന്നദാന പ്രഭുവേ. എനിക്കത്തലി കത്തു കൈക്കൊപ്പുവാനാകണേ അർദ്ധനാരീശ്വരനേ. അന്നമുണ്ടിടുവാൻ ഭാഗ്യമുണ്ടാകണേ അർദ്ധനാരീശ്വരനേ. എനിക്കത്തലി കണ്ടു കൈക്കൊപ്പുവാനാകണേ അർദ്ധനാരീശ്വരനേ. ഏലോത്തപ്പ ശ്രീ മഹേശ്വര ശിവശങ്കര തുംഗജടാധാരീശ്വര. ഏലോത്തപ്പ ശ്രീ മഹേശ്വര ശിവശങ്കര തുംഗജടാധാരീശ്വര. ജ്ഞാനനിലാവായ പരമേശ്വരേ കാത്തു
ഭക്തജനങ്ങളെ, അടുത്ത് നാമസങ്കീർത്തനത്തോടു കൂടി ഏതൊത്ത് ശിശങ്കര ഭജൻസിൻ്റെ ആനന്ദ ജബലേരി ഇവിടെ നിർത്തുകയാണ്. 2021 ഒരു ഓണനാളിൽ ഞങ്ങൾ കുറച്ച് ആളുകളെല്ലാവരും കൂടി ഒരു ഭജന ട്രൂപ്പ് ഉണ്ടാക്കാം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഞങ്ങൾ അത് ഒരുക്കൂടി ചെയ്യുകയുണ്ടായി. 2021 ആദ്യമായിട്ട് ഞങ്ങൾ ചെറുച്ചോലക്കര ദേവിയുടെ തൃപ്പാദങ്ങളിലാണ് ഒരു ഭജന സമർപ്പിച്ചത്. രണ്ടാമതായിട്ട് ഏലോത്തപ്പൻ്റെ മുന്നിലും സമർപ്പിച്ചു. മൂന്നാമത് ഞങ്ങൾ ചെട്ടിപ്പടിയാണ് അവതരിപ്പിച്ചത്. ഈ ഏലോത്ത് ശിശങ്കര ഭജൻസ് എന്ന പേര് ഞങ്ങളാരും നിർദ്ദേശിച്ചതല്ല. ചെട്ടിപ്പടി നമ്മളൊരു സുഹൃത്തുണ്ട് അഖിലേഷ്, അവനൊരു ഞങ്ങളൊരു ഗ്രൂപ്പിലായിരുന്നു. ജോലി സംബന്ധമായിട്ട് ട്രാൻസ്ഫർ പാലക്കാട് കിട്ടിയപ്പോൾ അങ്ങനെ പോയതാണ്. അവൻ്റെ നാട്ടിൽ അയ്യപ്പൻകാവിൽ അയ്യപ്പങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർ ഏലോത്ത് എന്നൊരു പേര് വച്ചു. ശങ്കര ഭജൻ ശിവൻ, ഏലോത്ത് ശിവൻ, ശങ്കര ഭജൻസ് എന്ന് വെച്ചു. അങ്ങനെയാണ് ഈ പേര് വരാൻ കാരണം. അത് ഞങ്ങൾ ഇതുവരെ കൊണ്ടു നടക്കുന്നുണ്ട്. 2000 അതേപോലെ തന്നെ ഇപ്പോൾ കുറേ ഒരു 100-100ൻ്റെ അടുത്ത് സ്റ്റേജിൽ ഞങ്ങൾ പരിപാടി ചെയ്തിട്ടുണ്ട്. എല്ലാം ഭഗവാന്റെ കടാക്ഷത്തോടു കൂടിയാണ്. എന്തൊരു പരിപാടി ഉണ്ടെങ്കിൽ ഏലത്തപ്പൻ്റെ മുന്നിൽ വന്നിട്ടാണ് പ്രാർത്ഥിച്ചിട്ട്, അന്ന് രാവിലെ പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു ഊർജം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 2025 ജനുവരി 12 ശബരിമലയിൽ ഞങ്ങൾ ചെയ്തു. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ ഒരാളുണ്ടാവും. ശബരിമലയിൽ കിട്ടാൻ കാരണം അവിടെ ഒരു നമ്പൂതിരി ഉണ്ടായിരുന്നു, മധുസൂദനൻ നമ്പൂരി, പേരാമ്പ്ര. അദ്ദേഹം ഞാൻ എങ്ങനെ അറിയില്ല, ഞാൻ കമ്പനി ആയപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്കൊരു ഭജന ചെയ്യാൻ ഇവിടെ പറ്റുമോ, എന്താ ചെയ്യാമെന്ന്. അങ്ങനെ 2000 കഴിഞ്ഞ അതിന് മുന്നേ തകർന്ന നാമത്തിന് അദ്ദേഹം വിളിക്കുകയും നമ്മളെ അഖണ്ഡനാമത്തിൻ്റെ അന്ന് അദ്ദേഹം പെട്ടെന്ന് നിങ്ങൾ ഇമെയിൽ അയക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ജയനിദാസേട്ടനും അദ്ദേഹത്തിന് ഒരു പ്രത്യേക നന്ദി ഏലോത്ത് ശിശങ്കര ഭജൻസിൻ്റെ പേരിൽ ഞങ്ങൾ തരികയാണ്. അദ്ദേഹം ഒരു നല്ലൊരു കയ്യടി നിങ്ങൾ കൊടുക്കുന്ന വേണം. ആ സംവിധാനത്തിൽ അങ്ങനെ ഒരു ഇമെയിൽ അയച്ചു. ഞങ്ങളവിടെ എന്നെ പായിപ്പിച്ചു. അതിന് എന്തോ ഈ ഭജൻസിൻ്റെ എന്താണോ വേണ്ടത് അത് എല്ലാം മൂപ്പർ സ്വന്തം ചെലവിൽ DTP എടുത്ത് അത് അയച്ചു. അപ്പം തന്നെ 2-3 മണിക്കൂർ തന്നെ ഞങ്ങൾക്ക് ഓർഡർ ഇട്ട് ഇന്ന ദിവസം ജനുവരി 12 ചെയ്യാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഏലത്ത് ശിശങ്കര ഭജൻസിൻ്റെ പേരിൽ നന്ദി പറഞ്ഞു. കൂടാതെ മഹാമാഘമോത്സവം അതിൻ്റെ പിന്നിലും ഉണ്ട് 2 ആൾ നമ്മളെ നാട്ടുകാർ.
ഒന്ന് നമ്മളെ കടവത്ത് രാജ മാഷ്, അദ്ദേഹമാണ്. പിന്നെ ഞാൻ മാഷ ഇങ്ങനെ ഒരു ചെയ്യാൻ പറ്റും, അതിനെന്താ എൻ്റെ സുഹൃത്താണെന്ന്. അതുപോലെ തന്നെ രാജമാഷക്കും നല്ലൊരു നന്ദി കൊടുക്കും. നമുക്ക് ഏലത്ത് ശങ്കര ഭജനത്തിൻ്റെ പേരിൽ നന്ദി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുണ്ട്, നിതീഷ് പവിത്രൻ. അദ്ദേഹം ആണ് അവിടെ പ്രസ് ചെയ്തത്. അദ്ദേഹത്തിന് ഏലത്ത് ശങ്കര ഭജനത്തിൻ്റെ പേരിൽ നന്ദി സമർപ്പിക്കുന്നു. പരിചയപ്പെടുത്തും, നമ്മളെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താൻ. ഓക്കെ, അടുത്ത നാമജപ സമയം ഏറെ വൈകിട്ടുണ്ട്, എന്നാലും നമ്മുടെ നാമജപം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത